ഹലോ ഗായ്സ്, ബെയർഫുട്ട് യൂറോപ്പിൻ്റെ ഒരു കലക്കൻ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫുഡ് റിവ്യൂ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ എന്താ സൈറ്റ് സീയിങ്ങും അങ്ങനെ സ്ഥലങ്ങളൊക്കെയല്ലേ കാണാറ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഇറ്റാലിയൻ പിസ്സ ഷോപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്നിട്ട് അവിടുത്തെ പിസ്സ നമുക്ക് ടേസ്റ്റ് ചെയ്യാം, അതിൻ്റെ റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലോസ്റ്റേരിയ എത്തിക്കഴിഞ്ഞു. ഇതാണ് ലോസ്റ്റേരിയ ഇറ്റാലിയൻ പിസ്സ ഷോപ്പ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറാൻ വേണ്ടി ചെന്നപ്പം അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ചൊരു ഡേ ലൈറ്റിലൊക്കെ എടുക്കാമെന്ന് ഓർത്താണ് ഈ സമയത്ത് വന്നത്. പക്ഷേ അകത്ത് നല്ല ക്രൗഡഡാണ്, തിരക്ക് കുറവായിരിക്കും എന്നോർത്ത് വന്നതാണ്. പക്ഷെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ ഞങ്ങൾ അകത്തിരുന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം ഒരു ഔട്ട്ഡോർ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി കുറവുണ്ട്, അത് കാരണം ആണ് പുറത്തിരുന്നത്. സോ നമുക്ക് മെനു കിട്ടി, സോ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളിതിപ്പോൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. ഞാനൊരു ബീറും അതേപോലെ തന്നെ ബാർബിക്യൂ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇൻ ലോസ്റ്റേരിയ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തേക്കുന്നത് റോസ് വൈനാണിത്. ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ കേട്ടോ റോസ് വൈൻ. പിന്നെ ഷാം ഒരു ബിയറും മേടിച്ചിട്ടുണ്ട്. പിന്നെ പിസ്സ ആണെങ്കിൽ ഇവിടുത്തെ ശരിക്കും ഭയങ്കര വലിയൊരു പിസ്സയാണ്, ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒരാൾക്ക് ഒരെണ്ണം വേണ്ടി വരില്ല, ഒരു ഹാഫ് മതി. അപ്പോൾ എൻ്റെ ഹാഫ് പോർഷൻ ഞാൻ പറഞ്ഞേക്കുന്നത് ഗംബരറ്റിയാണ്. ഗംബരറ്റി മീൻസ് പ്രോൺസ്, അതായത് പ്രോൺസ് ആഡഡ് ആയിട്ടുള്ള ഒരു പിസ്സയാണ്. പിന്നെ ഷാം ഓർഡർ ചെയ്തിരിക്കുന്നത് ബാർബിക്യൂ ചിക്കനാണ്. അപ്പോൾ അതൊരു ബാർബിക്യൂ സോസും ചിക്കനൊക്കെ ആയിട്ട് വേറൊരു രീതി. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ജർമ്മനിയിൽ തന്നെ തൗസൻഡ്സ് ഓഫ് ബിയേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് പൊളനാർ ഹെല്ല്. അതായത് ഇത് എന്താ പറയുക, ഒരു നല്ല അടിപൊളി ബിയറാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഇത് കഴിക്കുന്നത്. അപ്പോൾ ഈ ബിയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ലൈറ്റ് ബിയറാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാട്ടിലത്തെ പോലെ ഒരു കയ്പ്പ് ഫീല് അതൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് കുടിക്കാം. എന്താണെന്ന് വെച്ചാൽ നോർമലി ഇവിടുത്തെ ജർമ്മൻസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബിയറും കൂടിയാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ കുറേ ബിയർസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എല്ലാം ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല ബിയറാണ്. സോ ഞാൻ ഇതാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലോസ്റ്റേരിയനെ പറ്റി പറയാം. ലോസ്റ്റേരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ പിസ്സ ഷോപ്പാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പിസ്സ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ, ഒരു ട്രിപ്പ് പോയപ്പോഴാണ് ഇത് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇത് ശരിക്കും 1999 സ്റ്റാർട്ട് ചെയ്ത ഒരു ഷോപ്പാണ്. ഇതിൻ്റെ കടയുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ അത്രയും അടിപൊളി വൈബാണ്. നല്ലൊരു എന്താ പറയുക, പ്രത്യേകിച്ചൊരു നൈറ്റ് ടൈമിനൊക്കെ വാം ലൈറ്റ്സും ആ ഒരു ആംബിയൻസ് വളരെ അടിപൊളിയാണ്. ഭയങ്കര രസമാണ് അതിനകത്ത് ഇരിക്കാനായിട്ട്. ഈ ഒരു ഷോപ്പ് 1999 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൻ്റെ ഒറിജിൻ ശരിക്കും ന്യൂറൻബർഗ് എന്ന മ്യൂണിക്കിൻ്റെ അടുത്ത് തന്നെയുള്ള ന്യൂറൻബർഗിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. എന്താ പറയുക, ഓസ്ട്രിയ, അതുപോലെ തന്നെ UK, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ അടിപൊളി ഒരു എന്താ പറയുക പിസ്സയാണ്. അപ്പോൾ വളരെ ഹ്യൂജാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വലിയൊരു പിസ്സ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണത്. സോ അത് നമുക്കൊന്ന് നോക്കാം. പ്രോസ്റ്റ്. കൊള്ളാട്ടോ. Thank you so much. After
എത്തി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്തോരാണ്. ഞാൻ ഒന്ന് അടുപ്പിച്ച് വെച്ച് കാണിച്ചു തരാം. സി, ഇത് ശരിക്കും ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഓക്കെ കവേർഡായിട്ടാണ് ഇരിക്കുന്നത്. നോക്ക്, ഇതിൽ നിന്ന് പുറത്തേക്ക് ഇതാക്കിയാണ് പിസ്സ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയതാണിത്, അത്രയും വലിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിത് ഓർഡർ ചെയ്താൽ ശരിക്കും രണ്ടുപേർക്കും വളരെയധികം ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. സി, അപ്പോൾ എനിക്ക് ഇതെന്തിയാണ് സോ വെച്ചത് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ബാർബിക്യൂ ചിക്കൻ പിzzയാണ്. ഇതിനകത്ത് സ്മോൾ ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഓണിയൻ ഫ്രഷ് ഓണിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ ചെറിയ പീസസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂ സോസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് ടഫാണ് കട്ട് ചെയ്യാൻ, പക്ഷെ കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പിസ്സയുടെ ഒരു സ്പെഷ്യാലിറ്റി മീൻസ് അത് വളരെ തിന്നാണ്, കണ്ടില്ല, ഭയങ്കര തിന്നാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ക്രിസ്പിയാണ്. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഷാം അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഫ്രണ്ട്സ്. How is it? As usual, very very tasty. അതെ. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഗംബരട്ടിയാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിസ്സ കംപ്ലീറ്റ് ചീസ് കവേർഡാണ്. ചീസ് കുറേ ഉണ്ട് ഇതിനകത്ത്, ചീസ് ഫിൽഡാണ്. ഇപ്പം ഷാമിൻ്റെയിൽ കുറേ ബാർബിക്യൂ സോസ് ഉണ്ട്, അപ്പോൾ എൻ്റെ അതിന് പകരം ചീസ് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ടൊമാറ്റോ, പിന്നെ ചെറിയ ക്യാപ്സിക്കം, പിന്നെ പ്രോൺസ് ഉണ്ട്. പ്രോൺസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്, അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ കൊറിയാൻഡർ ലീവ്സും കൊടുത്തിട്ടുണ്ട്, അത് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഷാർപ്പ് സോസാണ്. ഷാർപ്പ് സോസ് മീൻസ് എരിവുള്ള, നമുക്ക് കുറച്ച് സ്പൈസി ആവണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒലിവ് ഓയിലിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് തന്നെ ഒരു ഇതാണ്. അപ്പം നമ്മളിത് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇനി അപ്പോൾ ആ ഒരു എരിവുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. സോ ലെറ്റ്സ് ടേസ്റ്റ്. പൊള്ളി സാധനം ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്, അത്രയും ടേസ്റ്റിയാണ്. എന്തിനാ ഈ പിസ്സ ഓർഡർ ചെയ്യണമെന്ന് അറിയാം. ശരിക്കും ബാർബിക്യൂ അടിപൊളിയാണ്, ബാർബിക്യൂ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ചിക്കനല്ലേ, ചിക്കൻ നമുക്ക് എപ്പോഴും കിട്ടും. പക്ഷെ പ്രോൺസ് കഴിക്കുമ്പോഴൊരു ഫീല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോൺസ്. അതുകൊണ്ടാണ് എപ്പോഴും കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ചീസാണ് ഈ മെൽറ്റഡായിട്ട് ഈ ഒരു പിസ്സയിൽ കൂടുതലും. അപ്പം ഈ ചീസും അതുപോലെ തന്നെ ടൊമാറ്റോ പിന്നെ ഈ ഒരു പ്രോൺസും കൂടി വരുമ്പോൾ സോ ടേസ്റ്റി. അതുപോലെ തന്നെ റോസ് വൈനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് റോസ് വൈൻ ട്രൈ ചെയ്യണത്. റോസ് വൈൻ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റാണ് കേട്ടോ. സാധാ നോർമൽ വൈനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോസ് വൈൻ കുറച്ചും കൂടി ലൈറ്റാണ്, കുടിക്കാൻ കുറച്ചും കൂടി ഒരു ഈസിയർ ആയിട്ട് തോന്നി. പിന്നെ നോർമലി ഉണ്ടാകുന്ന വൈനുകളിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ വൈന് ആ ഒരു കുത്തൽ പോലത്തെ ആ ഒരു പവർ കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു ലൈറ്ററാണ്, കുടിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ സ്വീറ്റ് അല്ല, മീൻസ് അത്രയ്ക്കൊരു മധുരമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ്. കുറച്ചും കൂടി കുടിക്കാനായിട്ട് കുറച്ചും കൂടി ലൈറ്റ് ആയതാണ് ഒരു സുഖമുണ്ട്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കാൻ. നല്ല എന്താ പറയുക, ഓട്ടം സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളിയാണ് കളറൊക്കെ.
നമുക്ക് ഇടയ്ക്ക് വന്നിരിക്കാം. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, കുറച്ച് തണുപ്പാണ് ഇവിടെ. ശരിക്കും നോർമലി നമ്മൾ സമ്മർ സീസണിൽ എല്ലാവരും ഭയങ്കര തിരക്കായിരിക്കും, ഇവിടെ ഫുള്ളായിരിക്കും ആളെ, നമുക്ക് സീറ്റ് പോലും കിട്ടില്ല. അങ്ങനെയാണ്, നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ഒരു ഔട്ട്ഡോറിൽ ഇരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എല്ലാവരും ഡിസ്റ്റർബൻസ് ആവുമല്ലോ അല്ലേ, അതുകൊണ്ടാണ് പുറത്തിരുന്നത്. കാരണം ആൾക്കാർക്ക് വെറുതെ ശല്യമാവണ്ട, നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇരുന്നതാണ്. പിന്നെ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിസ്സ മാത്രമല്ല ഈ ഷോപ്പിലുള്ളത്, ഒരുപാട് വേറെ വെറൈറ്റീസൊക്കെ ഉണ്ട്, പല പല സാധനങ്ങളുണ്ട്. അപ്പം നൂഡിൽസ് ഉണ്ട്, അതുപോലെ സ്പഗറ്റി ഈസ് എ കൈൻഡ് ഓഫ് നൂഡിൽസ്. സോ ഞങ്ങളപ്പോൾ ഫിനിഷ് ചെയ്തു, ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും കുറേ നാളായില്ലേ ഒരു ഫുഡ് റിവ്യൂ ഒക്കെ പറയണേ. അപ്പോൾ ഞങ്ങളോട് കുറേ പേര് ചോദിച്ചു ഒരു ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഫുഡ് ശരിക്കും ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനും അതിനെപ്പറ്റി അറിയാനൊക്കെ കുറേ ആഗ്രഹമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.